കേരളത്തിൽ ഞങ്ങളുടെ പാർട്ടി ബി ജെ പിക്കും എസ് ഡി പി ഐക്കും വെൽഫെയർ പാർട്ടിക്കും എതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചു. കോൺഗ്രസ് അങ്ങനെയാണോ? കോൺഗ്രസ് കേരളത്തിൽ ആരൊക്കെയായിട്ടാണ് കൂട്ടിയേരുന്നത്? എൻ്റെ സുഹൃത്തെ, താങ്കൾ ഈ നാട്ടിലെ രാഷ്ട്രീയമൊന്നും അറിയില്ലേ? ചൊവ്വന്നൂർ പഞ്ചായത്തിൽ ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എസ് ഡി പി ഐയുമായിട്ട് കൂട്ടുകൂടി. ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു ഞങ്ങൾ പുറത്താക്കും, നിങ്ങൾ രാജിവെക്കണമെന്ന് പറഞ്ഞു. ഒരു രാജിയും വെച്ചിട്ടില്ല, തുടരുകയാണ്. പലയിടത്തും അങ്ങനെയാണ്. കുമരകത്ത് നിങ്ങളും വർഗീയ ശക്തികളും തമ്മിൽ കൂട്ടുകെട്ട്. പലയിടത്തും ബി ജെ പിയുമായിട്ട് സഖ്യം, ചിലയിടത്ത് എസ് ഡി പി ഐയുമായി സഖ്യം, കേരളം ആസകലം ജമാഅത്തെ ഇസ്ലാമിയുടെ പിൻബലം. ഇതല്ലേ യാഥാർത്ഥ്യം? ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് വർഗീയ വിരുദ്ധ രാഷ്ട്രീയം പറയുന്നു? ഇപ്പോൾ ഇവിടെ നേരത്തെ സംസാരിച്ച എൻ്റെ സുഹൃത്ത് പ്രിൻറ്റുവും കോൺഗ്രസിൻ്റെ പ്രതിനിധിയും ഒരേ സ്വരത്തിലല്ലേ സംസാരിക്കുന്നത്? ബി ജെ പിയെ സി പി ഐ എമ്മിനെ അധികാരത്തിൽ നിന്ന് മാറ്റാൻ ഞങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള സ്വതന്ത്രനെ പിന്താങ്ങി ഒന്നിച്ചു, എന്താ കുഴപ്പം എന്നാണ് ചോദിക്കുന്നത്. ഇത് കേരളത്തിൽ ഏത് പഞ്ചായത്തിൽ ഏത് മുന്നണിക്കും ചെയ്യാവുന്ന കാര്യമല്ലേ? അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന തത്വാധിഷ്ഠിതമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച പ്രസ്ഥാനമാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് മാറ്റാൻ ഇവിടെ കേരളത്തിൽ കോൺഗ്രസുമായിട്ട് കൂട്ടുകൂടേണ്ടതില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതുകൊണ്ട് ചിലയിടത്ത് ബി ജെ പിക്ക് പഞ്ചായത്ത് ഭരണം കിട്ടിയിട്ടുണ്ടാവാം, തിരിച്ച് ചിലയിടത്ത് ഇപ്പോൾ കോൺഗ്രസ്സിനെ വോട്ട് ചെയ്യണം എന്നുള്ള നിലപാട് വന്നു. ആ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഇവിടെ കൃത്യമായി ഇവർ മറുപടി പറയേണ്ട ഒരു കാര്യം, തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടാക്കിയ അവിശുദ്ധ സഖ്യം ആണല്ലോ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന്, സ്വതന്ത്രർക്കല്ല. എൻ്റെ കയ്യിൽ എൻ്റെ രേഖയുണ്ട് മിസ്റ്റർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിച്ച വാർഡുകളിലാണ് നിങ്ങളുടെ അവസ്ഥ. ഞാൻ പറയട്ടെ, മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മൂലംകുടം വാർഡ് ശ്രീ സി സി ബിജുവാണ് സി പി ഐ എം സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് 718 വോട്ട്. അവിടെ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നു ഹരി പള്ളത്തേരി, അദ്ദേഹത്തിന് 685 വോട്ട്. കോൺഗ്രസിൻ്റെ വോട്ട് എത്രയാണെന്നറിയോ? ജിജു കിറ്റിക്കൽ ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടി തങ്ങളുടെ പ്രധാനപ്പെട്ട വോട്ടുകൾ മറിച്ചു കൊടുത്ത ശേഷം കോൺഗ്രസിൻ്റെ വോട്ട് ഓൺലി 71. ഇത് യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതാണോ? INC സ്ഥാനാർത്ഥിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടാണ് ഈ കളി. മറ്റൊരാൾ കടമ്പോട് വാർഡ് PS അംബുജാക്ഷൻ, CPIM കിട്ടിയത് 782 വോട്ട്. അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് എത്ര? 525. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുരളീധരൻ വെട്ടിയാട്ടിൽ INC ആണ്, സ്വതന്ത്രനല്ല. കിട്ടിയ വോട്ട് വെറും 199. ഈ വാർഡുകളിലെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും കണക്കും എനിക്ക് പറയാൻ പറ്റും, ഞാനത് പറയുന്നില്ല. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇവിടെ 10 സീറ്റ് LDFന് കിട്ടിയെന്ന് പറയുമ്പോൾ ബാക്കി കോൺഗ്രസ്സിന് കിട്ടിയ സീറ്റിൽ ബി ജെ പിയുടെ പിൻബലം, ബി ജെ പിക്ക് കിട്ടിയ സീറ്റിൽ ഇപ്പുറത്തുനിന്ന് പ്ലസ്, അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും പ്ലസ് ചെയ്തുകൊണ്ടാണ് ഇവർ തെരഞ്ഞെടുപ്പ് നേരിട്ടത്. എന്നിട്ടും LDFന് 10 സീറ്റ് കിട്ടി. സമ്മതിക്കാൻ പാടില്ല. ഇതായിരുന്നു ഈ മറ്റത്തൂർ മോഡൽ സഖ്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഒരു സുപ്രഭാതത്തിൽ ഇത് വെള്ളരിക്കപ്പെട്ടനാണോ ഒരു പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച 8 പേർ ഒന്നിച്ച് രാജിവെക്കുന്നത്? ഇത് നേതൃത്വം അറിയാതെ നടക്കുമോ? എന്നിട്ട് ആരെ പറ്റിക്കാനാണ് ന്യായീകരണം നടത്തുന്നത്? ഞങ്ങൾ കോൺഗ്രസുമായിട്ട് സഖ്യമില്ലെന്നാണ് ശ്രീ പ്രിൻറ്റു പറയുന്നത്. എന്താണ് സാർ? കോൺഗ്രസിൻ്റെ ആ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ അറിയുന്ന ആളുകളുമായിട്ട് സഖ്യം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കോൺഗ്രസുമായിട്ടല്ല എന്ന് പറയും. നിങ്ങൾ ആരുമായിട്ടാണ് ചർച്ച നടത്തിയത്? ചന്ദ്രൻ കോൺഗ്രസിൻ്റെ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവല്ലേ? എല്ലാ കാര്യങ്ങളിലും കോൺഗ്രസിന് വേണ്ടി നിൽക്കുന്ന ആളല്ലേ? അവിടെ നാഗേഷും ചന്ദ്രനും ഒക്കെ തമ്മിൽ നടത്തിയ ചർച്ച ആരും അറിയില്ലെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? ഇതൊക്കെ നാട്ടിൽ പാട്ടാണ്. അപ്പോൾ മറ്റത്തൂർ മോഡൽ സഖ്യം എന്ന് പറയുന്നത് നേരത്തെ ത്രിപുരയിൽ ഉണ്ടാക്കിയത് ഇതേ സംവിധാനമാണ്. മറ്റു പലയിടത്തും ഉത്തരേന്ത്യയിൽ ചെയ്തിട്ടുള്ള ഇതേ സഖ്യമാണ്. കോൺഗ്രസ് അവരുടെ രാഷ്ട്രീയ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറുകയും സംഘ് പരിവാരത്തിൻ്റെ ഉപകരണങ്ങളായിട്ട് മാറുകയും ചെയ്തു. ഈ നാട്ടിൽ പലയിടത്തും കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ്. കേരളത്തിലേക്ക് ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടി പലയിടങ്ങളിലും കോൺഗ്രസ് ചെയ്യുന്ന നിലപാടുകൾ ഇതൊക്കെയാണ്. ഇടതുപക്ഷ വിരുദ്ധത നിരന്തരമായി പറയുകയും കർട്ടന് പുറകിൽ ബി ജെ പിയുമായിട്ടും എസ് ഡി പി ഐയുമായിട്ടും
ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും ഒക്കെ സഖ്യം ഉണ്ടാക്കുക. ഇത്രയും അവിശുദ്ധമായിട്ടുള്ള, ഇത്രയും അരാഷ്ട്രീയമായിട്ടുള്ള വൃത്തികെട്ട നിലപാടുകൾ സ്വീകരിച്ച ഒരു പാർട്ടി കോൺഗ്രസ് അല്ലാതെ മറ്റാരാ ഉള്ളത്? കോൺഗ്രസ്സിന് CPIഎമ്മിന് എതിരായിട്ട് സംസാരിക്കാൻ എന്ത് അവകാശമാണുള്ളത്? സതീശൻ ഇന്ന് പത്രസമ്മേളനത്തിൽ പറയുന്നത് ഞാൻ കേട്ടു, ഞങ്ങൾ ജയിച്ചു നിൽക്കുകയാണ്, അതുകൊണ്ട് തോറ്റ മുഖ്യമന്ത്രി, തോറ്റ ഭരണകക്ഷി സംസാരിക്കാൻ പാടില്ല. ഞങ്ങൾ ഈ നാട്ടിൽ കേരളത്തിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ചിലയിടങ്ങളിൽ ഞങ്ങൾക്ക് തോൽവി സംഭവിച്ചിട്ടുണ്ട്, ഇല്ലയെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഞങ്ങളുടെ അടിത്തറ ശക്തമാണ്, വളരെ ശക്തമാണ്. ഞാൻ പറയട്ടെ, തൃശ്ശൂർ ഇപ്പോൾ പ്രിൻറ്റുവിൻ്റെ നേതാവായിട്ടുള്ള BJPയുടെ നേതാവ് ശ്രീ സുരേഷ് ഗോപി ജയിച്ച തൃശ്ശൂർ പാർലമെൻറ്റിൻ്റെ നിലവിലെ അവസ്ഥ എന്താണ്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ലഭിച്ചത് എത്ര ലക്ഷം വോട്ടാണ്? 4,12,000 വോട്ടാണ്. ഇപ്പോഴോ 2,34,993 വോട്ടായിട്ട് BJP താഴേക്ക് പോയി. ഞങ്ങൾ 3,37,000 നിന്ന് 4,40,600 വോട്ടിലേക്ക് ഉയർന്നു. 1,02,000 വോട്ടിൻ്റെ വർധനവ് ഞങ്ങൾക്ക്. BJPക്ക് ഏതാണ്ട് ഈ പറഞ്ഞ വോട്ട് 1.5 ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഇടിവ്. കോൺഗ്രസ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്തായിരുന്നു, ഇപ്പോൾ അവർ 2-ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ജനങ്ങൾ ഈ വോട്ടിംഗ് പ്രക്രിയ, ചില തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ തോറ്റു എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഞങ്ങളുടെ അടിത്തറ ഭദ്രമാണ് എന്നീ കണക്കുകൾ ഒരുപക്ഷേ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. ഈ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ കള്ളി ആ ചെമ്പ് തെളിയുക തന്നെ ചെയ്യും. ഈ സുരേഷ് ഗോപി അടക്കം നേരത്തെ നമുക്കറിയാം കലുങ്ക് ചർച്ച നടത്തിയ സ്ഥലങ്ങളിലേക്ക് അമ്പെ പരാജയപ്പെട്ടത് കണ്ടതാണ്.